നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക്, അതായത് +1 NCERT ടെക്സ്റ്റ് ബുക്കിലെ ജിയോഗ്രഫി അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇന്ത്യൻ ലൊക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പോയിൻ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്കിപ്പം വരുന്ന ഒരുപാട് ഡിഗ്രി ലെവലുള്ള എക്സാംസിനൊക്കെ ഈ NCERT ടെക്സ്റ്റ് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് നോക്കാം. ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ വേൾഡ് മാപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിട്ടാണ് വരുന്നത്. 0 ഡിഗ്രി അക്ഷാംശ രേഖ അല്ലേ, അവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ കണക്കാക്കുക. അതിൻ്റെ താഴ്ഭാഗത്ത് സദേൺ ഹെമിസ്ഫിയർ, മുകളിൽ നോർത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ. അടുത്തായി നമുക്ക് നോക്കാനുള്ളത് അക്ഷാംശ രേഖ, ലാറ്റിറ്റ്യൂഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതെ, നമ്മൾ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ലാറ്റിറ്റ്യൂഡ് ഉപയോഗിക്കുന്നത്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വൃത്താകൃതിയിൽ ഒരു സാങ്കല്പിക രേഖ വരയ്ക്കുന്നു. അതാണ് അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖ. മാത്രമല്ല നമ്മൾ കാലാവസ്ഥ, ഋതുക്കൾ എന്നിവയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അക്ഷാംശ രേഖയാണ്. ലാറ്റിറ്റ്യൂഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ലോഞ്ചിറ്റ്യൂഡാണ്. കുത്തനെ വരയ്ക്കുന്ന രേഖയാണ് ലോഞ്ചിറ്റ്യൂഡ്. ഇത് നമ്മൾ സമയനിർണയത്തിന് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. ആകെയുള്ളത് 360 രേഖാംശ രേഖയാണുള്ളത്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീൻവിച്ച് രേഖാംശ രേഖ എന്നറിയപ്പെടുന്നത്. അതായത് ലണ്ടനിലെ ഗ്രീൻവിച്ച് എന്ന സ്ഥലത്തിലൂടെയാണ് ഈ രേഖ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് രേഖാംശ രേഖയ്ക്ക് ഗ്രീൻവിച്ച് എന്ന പേര് വന്നത്. പ്രൈം മെറീഡിയൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഭൂമിയുടെ ആ ഒരു ആദ്യ കാലങ്ങളിൽ നമ്മുടെ ഈ വൻകരകളെല്ലാം കൂടി ഒറ്റൊരു വൻകരയായിട്ടായിരുന്നു അത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ വിളിച്ചിരുന്നത് നമ്മൾ പാഞ്ചിയ എന്നായിരുന്നു. ഈ പാഞ്ചിയ പിന്നീട് ഭൂമിക്കടിയിലുണ്ടാകുന്ന ആ പ്ലേറ്റ് ടെക്ടോണിക്കിൻ്റെ ഭാഗമായിട്ട് വൻകരകൾ തെന്നി നീങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള വൻകരകൾ നമുക്ക് ഉണ്ടായത്. അതായത് ഈ ഭൂമിക്ക് ചുറ്റും ഒരു സമുദ്രം മാത്രം, അതിൻ്റെ നടുക്കൊരു കരഭാഗം. ഈ കരഭാഗത്തെ മൊത്തമായിട്ട് നമ്മൾ പാഞ്ചിയ എന്ന് വിളിച്ചു. ഈ ഭൂമിക്ക് ചുറ്റുമുള്ള സമുദ്രത്തെ നമ്മൾ പന്തലാസ എന്നും വിളിച്ചു. പിന്നീട് ഇത് പ്ലേറ്റ് ടെക്ടോണിക്കിൻ്റെ ഭാഗമായിട്ട് ഈ വൻകരകൾ തെന്നി നീങ്ങാൻ തുടങ്ങി അല്ലേ. അങ്ങനെ നീങ്ങിയപ്പം ഇത് 2 ഭാഗത്തേക്കായിട്ടാണ് മുറിഞ്ഞത്. ഒന്ന് നോർത്തിലേക്കും ഒന്ന് സൗത്തിലേക്കും ആയിട്ടാണ് നീങ്ങിയത്. അപ്പം നോർത്തിലേക്ക് പോയത് നമ്മളതിനെ ലൗറേഷ്യ എന്ന് വിളിച്ചു. ലൗറേഷ്യ. താഴെയുള്ള ഭാഗത്തെ നമ്മൾ ഗോണ്ടുവാന എന്നും വിളിച്ചു. അപ്പം മുകളിലുള്ള നമ്മൾ ആ ഒരു വൻകര 2ആയിട്ട് മുറിഞ്ഞ സമയത്ത് മുകളിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? യുറേഷ്യയും നോർത്ത് അമേരിക്കയുമായിരുന്നു മുകളിൽ ഉണ്ടായിരുന്ന വൻകരകൾ. യുറേഷ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, യൂറോപ്പും ഏഷ്യയും കൂടിച്ചേർന്നാണ് യുറേഷ്യ. അപ്പം 3 വൻകരകൾ കൂടിച്ചേർന്നിട്ട്. ഓക്കെ, അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന സമയത്ത്, അതായത് സദേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പം ഇന്ത്യ, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഇതെല്ലാം സദേൺ ഹെമിസ്ഫിയറിലേക്കും മറ്റേത് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും 2 ഭാഗത്തേക്കുമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ഇന്ത്യ ഉണ്ടായിരുന്നത് സദേൺ ഹെമിസ്ഫിയറിലായിരുന്നു. അങ്ങനെ സദേൺ ഹെമിസ്ഫിയറിൽ നിന്നും ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. പ്ലേറ്റ് ടെക്ടോണിക്കിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ആദ്യം മെല്ലെ സഞ്ചരിച്ച ഇന്ത്യ പിന്നീട് നല്ല സ്പീഡിൽ പോയിട്ട് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിയിടിച്ചു. ആ ഒരു ഫോഴ്സ് കാരണമാണ് നമുക്ക് ഇന്നുണ്ടാവുന്ന ഹിമാലയ മൗണ്ടെയ്ൻസ് ഫോം ചെയ്തത്. അപ്പം ഈ ഹിമാലയ മൗണ്ടെയ്ൻസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ഇന്ത്യ സദേൺ ഹെമിസ്ഫിയറിൽ നിന്നും നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക്
ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഫോം ചെയ്തത്. ഓക്കെ, ഈ ഹിമാലയൻ മൗണ്ടെയ്ൻസിന് നമ്മൾ എന്ത് പറയുന്നു? മടക്ക് പർവ്വതങ്ങൾ അല്ലേ? മടക്കായിട്ട് ആ ഒരു ഇടിയുടെ ഫലമായിട്ടാണ് ആ മടക്ക് പർവ്വതം അവിടെ രൂപപ്പെട്ടത്. മാത്രമല്ല എന്താണ് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന മൗണ്ടെയിൻ എന്നാണ് അതിന് പറയുന്നത്. ഇപ്പോഴും അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അതിന് പറയുന്നത്. അതിനെക്കൊണ്ട് നമുക്ക് അതിൻ്റെ ഉയരം ഒരിക്കലും ഇന്നതാണെന്ന് പ്രവചിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉയരത്തിന് എപ്പോഴും മാറ്റം വന്നേക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെയാണ് പോയിന്റ് നോക്കിയത്? അതെ, ഇന്ത്യയുടെ സ്ഥാനം വേൾഡ് മാപ്പിൽ എവിടെയാണ് നമ്മൾ നോക്കിയില്ലേ? നോർത്തേൺ ഹെമിസ്ഫിയറിലാണെന്ന് നോക്കി. അതേപോലെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നോക്കി. അതേപോലെ പാഞ്ചിയ പന്തലാസയെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങൾ അവിടെ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം, ഏതൊക്കെ വൻകരകൾ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ പ്ലേറ്റോണിക് ഇന്ത്യ എവിടെയായിരുന്നു? സദേൺ ഹെമിസ്ഫിയറിലാണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടൂ കേട്ടോ.